പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 28ാമത്തെ ദിവസം രാത്രിയിലും നിങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത്, പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷകരുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വസിച്ചായിരിക്കുന്നവർ ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 28ാമത്തെ ദിവസവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി, എൻ്റെ കഷ്ടതയ്ക്ക് വേണ്ടി, എൻ്റെ ആമേൻ നിരാശകൾക്ക് വേണ്ടി, എൻ്റെ ആമേൻ ഒറ്റപ്പെടലുകൾക്ക് വേണ്ടി ആമേൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ആമേൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അവൻ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ബുദ്ധിമുട്ടുകളെ തീർത്ത്, എൻ്റെ പ്രയാസങ്ങളെ മാറ്റി, എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ മാനിക്കുന്ന നല്ല കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ ദൈവപാദപീഠത്തിലായിരുന്നാട്ടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കരയുന്ന നമ്മുടെ ആമേൻ ജീവിതത്തിനകത്ത് നമ്മളായിരിക്കുന്ന നമ്മുടെ വേദനാജനകമായ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പം ഇറങ്ങി വന്ന് ഇന്ന് രാത്രി വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ വീര്യപ്രവൃത്തികളും ചെയ്ത് സ്വർഗ്ഗം നമ്മളെ കത്ത് പരിപാലിച്ചവിടത്തെ ചിറകടിയിൽ മൂടി മറയ്ക്കട്ടെ. ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഇരുന്ന് കരയുന്നവരുണ്ട്. പ്രേക്ഷർ ഫാമിലിയുടെ ഉപവാസത്തോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം ആമേൻ ഈ 28 ദിവസവും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട്. ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട്, പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കും ആരെയും വെറുതെ അയക്കുന്ന ഒരു കർത്താവല്ല. കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിത്തിരിച്ച് നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനം 23 ഇപ്രകാരം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ആമേൻ. നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. ആ നല്ല ഇടയനായ കർത്താവ് നമ്മളോടൊപ്പം കൂടെയുള്ളപ്പോൾ ആമേൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, നമുക്കൊരു കഷ്ടവും ഉണ്ടാകത്തില്ല, നമുക്കൊരു പ്രയാസവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ തകർച്ചകളെ പണിയുവാൻ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വേദനകളെ പണിയുവാൻ മതിയായവനായ കർത്താവ് 28ാമത്തെ രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നമ്മളെ വിടുവിക്കട്ടെ. കഴിഞ്ഞ 27 രാവും പകലും കർത്താവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് ഒരുപാട് വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ, ഒത്തിരി തകർന്നു പോയ കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിച്ച സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ സ്വർഗത്തിലധികം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പൊളിഞ്ഞതിനെ പണിയുവാൻ, തകർന്നു പോയതിനെ പണിയുവാൻ മതിയായവനായ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വരിക, അനേകരോട് അറിയിക്കുക. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ആമേൻ അറിയിക്കുക. നിങ്ങൾ കടന്നു വരിക. നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. ദൈവിക കൃപയ്ക്കുള്ളിൽ, ദൈവിക ചിറകടിക്കുള്ളിൽ മറച്ച് ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. ദൈവിക കൃപയ്ക്കുള്ളിൽ സ്വർഗം നമ്മളെ മൂടി മറയ്ക്കട്ടെ. ഇന്ന് രാത്രിയിൽ പ്രേക്ഷക ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെ ദേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന 28ാമത്തെ ദിവസമുണ്ടല്ലോ, ആ 28ാമത്തെ ദിവസമാണല്ലോ. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആമേൻ. ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യട്ടെ. ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി ഉപവാസ പ്രാർത്ഥന പ്രാരംഭ ആഴ്ചയിൽ തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു ഉപവാസ പ്രാർത്ഥന വേണം. എന്താ സിസ്റ്ററെ കാര്യം? ആമേൻ. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് ആമേൻ 4 മാസമായി, ഇനി എന്നെ വേണ്ട എന്നാ പറയുന്നത്. ആമേൻ. എൻ്റെ ഭർത്താവിനെ എനിക്ക് മടക്കി നൽകണം. തെറ്റിദ്ധാരണകൾ കാരണം ആമേൻ തകർന്നു പോയി എൻ്റെ കുടുംബജീവിതത്തെ സ്വർഗം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് തന്നെ ബ്ലോക്ക് ചെയ്തിരുന്ന ബ്ലോക്കുകളെല്ലാം ഹസ്ബൻഡ് മാറ്റി. ആമേൻ. തനിക്കപ്പോൾ വളരെ വിശ്വാസമുണ്ടായി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. അങ്ങനെ തന്നെ ഒരു ദിവസം കൂടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ. ഹല്ലേലൂയ. തൻ്റെ ഭർത്താവ് ആമേൻ മടങ്ങി വന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി. ആമേൻ. ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസ പ്രാർത്ഥന 28ാമത്തെ ദിവസവും കരഞ്ഞു പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം ചൂടബല ശംതന അർദ്ധനാരി ഗാനഘടക ശംതനാരകൾ ഘടക ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അപ്പോൾ ഏത് വിഷയത്തിനും മധ്യേ തകർന്നും ഭാരപ്പെട്ടും വേദനപ്പെട്ടും നിരാശപ്പെട്ടും ദൈവസന്നിധിയിലായിരിക്കുന്നു. സ്വർഗമേ, ഒരു വലിയ മറുപടി സ്വർഗം
സ്വർഗം അങ്ങ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ, വിടുതൻ്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ. ജൂഡമന ശംതന വൈഡ റിഖാലഘടക ശംതരകഥനഘടക സിയാംതുരി റിബാലഘടക ശംതന വൈഡൽ പ്രൗഢമന റിഖാനഘടകസി. വലിയ വിടുതൻ്റെ സാക്ഷ്യം, വലിയ വിടുതൻ്റെ സാക്ഷ്യം ആ കുടുംബത്തിന് എഴുന്നേൽപ്പാൻ സ്വർഗം സഹായിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും കർത്താവ് അനുഗ്രഹിക്കണം പ്രത്യേകാൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന, അപ്പോൾ ദൈവമേ ഇന്ന് യേശുവേ സ്തോത്രം, ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ കർത്താവേ. യേശുപ്പ ഈ ചൊവ്വാഴ്ചയും ഞങ്ങൾ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ അപ്പാ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്വർഗമേ നീ മനസ്സലിയണമേ, ആ മാതാപിതാക്കളോട് നീ മനസ്സലിയണമേ അപ്പാ. തലമുറകളെ ഓർത്തുള്ള വേദനകൾ മാറിപ്പോകട്ടെ. ജൂഡബല ശംതന വൈഡമന ധീബലഘടക ശംതാരകന അർത്ഥന റിഖാനഘടക ശംതനെ വൈഡമന ധീബൽ പ്രൗഢപരകഥന ഘടകസി അന്തര ജഗനകസി യാംഥനെ ദിവാലഘടക ശംതൂരകഥന ഘടകസി. യേശുവേ അപ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പോൾ. അനുസരണം കേട്ട തലമുറകൾ, ദൈവഹിതമില്ലാത്ത വഴികളിൽ പാപബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ തലമുറകൾ, കൂട്ടുകെട്ടുകളിൽ അമക്കപ്പെട്ടു പോയ തലമുറകൾ യേശുവേ നീ മനസ്സലിയണമേ. തലമുറകളെ പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ദൈവഹിതമില്ലാത്ത വഴികളിലും മദ്യത്തിലും മയക്കുമരുന്നിലും സ്നേഹബന്ധങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന തലമുറകൾ, കേസുകളിൽ കുരുങ്ങിപ്പോയ തലമുറകൾ അപ്പാ പുറത്തു വരട്ടെ. യേശുവേ നീ മനസ്സലിയണമേ. നാദാ നീ മനസ്സലിയണമേ. ജൂഡമന ശംതന വൈഡമന അർദ്ധന റകൽഷമന ഘടകശിയാംതനെ ദീപല ബൗഡവന ദുരാജകൽ ഘടകസി അന്തസ്ഖൈഡപരകഥന ദീപൽ പ്രൗഢ ശംതാരകന ദീപല ബൗഡവന ദുരാജകൽ ഘടകത്തുനി റിഖന ഘടകസിയാംതന. യേശുവേ നീ മനസ്സറിയണമേ. വലിയ വിടുതലിൻ്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മാനസാന്തരപ്പെടേണ്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത തലമുറകൾ സ്നേഹിക്കട്ടെ അപ്പാ. യേശുപ്പ ജന്മനായുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവേ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തലമുറകളെ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ. തലമുറകളുടെ ശരീരങ്ങൾക്കകത്തേക്ക് വിടുതൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. യേശുവേ സ്തോത്രം. ഓട്ടിസം ബാധിച്ച തലമുറകൾ, ജന്മന യേശുവെ വിവിധ തരത്തിൽ രോഗമനുഭവിക്കുന്ന, ബുദ്ധിമാന്ദ്യം അനുഭവിക്കുന്ന തലമുറകൾ വിടുവിക്കപ്പെടണമേ. തലമുറകളുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമേ. അവിടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ യേശുവിൻ്റെ നാമത്തിൽ. ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ മാറിപ്പോകണം. പഠിക്കുവാൻ കഴിയാതവണ്ണം കൂട്ടുകെട്ടുകളിൽ അകപ്പെടുത്തി കളയുന്ന ദുഷ്ടവ്യാപാര മണ്ഡലങ്ങൾ അഴിഞ്ഞുമാറ്റി തലമുറകളെ വിടുവിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരണം യേശുവിൻ്റെ നാമ. തലമുറകൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ അപ്പാ. ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് ദൈവകൃപയിൽ കടന്നു വരട്ടെ അപ്പാ. ദൈവവേലയ്ക്ക് വേണ്ടി നേർന്ന തലമുറകൾ ദൈവവേല ചെയ്യട്ടെ അപ്പാ. അവർക്ക് മാനസാന്തരം സ്വർഗമങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു അപ്പാ. ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് നൽകി മാനിക്കണം. നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ അപ്പാ. കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ച തലമുറകൾ കുടുംബത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാറവണം, സമാധാനം അനുഭവിക്കുവാൻ കഴിയാറവണം. കുടുംബത്തെ തകർത്ത് കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമേ. തലമുറകൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ അപ്പാ. രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി തുറക്കണമേ. മക്കളുടെ ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ. മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ. മക്കളുടെ കുടുംബങ്ങളും സന്തോഷങ്ങളും തലമുറകളെയും കണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിടുക. എല്ലാ വെള്ളിയാഴ്ച നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മുതൽ 1 മണി വരെ ലൈവിൽ കമ്പനിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ടെ. സഭാരതയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെഷൻ കാക്കാമല പ്രേക്ഷക ഫാമിലി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നെയ്യാറ്റിങ്കര വരെയുള്ള താന്നുമുടി ജംഗ്ഷനിൽ MS പ്ലസ് ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനേകരോട് അറിയിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.